ഓ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्तिः. സൈറാം. രുക്മിണി വീഡിയോ ഓൺ ചെയ്തിട്ട് തുടങ്ങിക്കോളൂ. മിഡിലായിട്ടിരിക്കണേ. സൈറാം. ഓം ശ്രീ സൈറാം. ശ്രീ സത്യസായി വാണി 18-ാം വോള്യൂമില് 20-ാമത്തെ അധ്യായത്തിലാണ് ഞാൻ ഇപ്പം വായിക്കാൻ പോകുന്നത്. സാധകന്റെ ഗുണങ്ങൾ. തുടങ്ങട്ടെ. സൈറാം. സനാതന സാരഥി 1957 ആരംഭിച്ചപ്പോൾ ഭഗവാൻ പ്രേമവാഹിനി എന്ന തലക്കെട്ടിൽ ലേഖന പരമ്പര ആരംഭിച്ചു. അധ്യാത്മ സാധകർക്ക് അന്ന് അവിടുത്തെ അരുളിയ സന്ദേശം ഇന്നും പ്രസക്തം. താഴെ കൊടുത്തിട്ടുള്ള ഭാഗങ്ങൾ ഭഗവാന്റെ സന്ദേശം സാധകർക്കും അന്വേഷകർക്കും എത്ര പ്രധാനപ്പെട്ടതാണെന്ന് വെളിപ്പെടുത്തുന്നു. സാധാരണ മനുഷ്യനും അർത്ഥിയും തമ്മിലുള്ള സ്വഭാവ വ്യത്യാസം സാധകൻ ശ്രദ്ധിക്കണം. സാധാരണ മനുഷ്യൻ അമിതാഭിമാനിയായി ലോകവുമായി ബന്ധപ്പെട്ട് നൂറ് ആഗ്രഹങ്ങളുമായി അതിൽ നിന്നും സംതൃപ്തി ലഭിക്കുമെന്ന് കരുതുന്നു. പരിശ്രമത്തിൽ മുഴുകുന്നു. സാധകനാകട്ടെ സാഗരത്തിലെ തിരമാലകൾ പോലെ അനുസ്യൂതം സർവേശ്വര ചിന്തയിൽ മുഴുകുന്നു. അയാൾ സമഭാവന എന്ന ധനം ശേഖരിച്ചിരിക്കുന്നു. അയാൾ എല്ലാവരെയും പ്രേമിക്കുന്നു. എല്ലാം ഈശ്വരൻ്റേതോ, ഒന്നും എന്റേതല്ല എന്ന ചിന്തയിൽ അയാൾ സംതൃപ്തി അടയുന്നു. സാധകൻ സാധാരണ മനുഷ്യരെ പോലെയല്ല. സാധാരണക്കാർ ദുഃഖം, നഷ്ടം, വെറുപ്പ്, കോപം, സ്വാർത്ഥത, വിശപ്പ്, ദാഹം എന്നിവയ്ക്ക് മുന്നിൽ വളരെ പെട്ടെന്ന് കീഴടങ്ങുന്നു. ഈ പറഞ്ഞ അവസ്ഥകളെ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയുന്നത്ര ശ്രമിക്കുക. ജീവിതയാത്ര ധീരതയോടെ, സന്തോഷത്തോടെ, സഹനത്തോടെ, ശാന്തിയോടെ, ഭൂതാനുകമ്പയോടെ നയിക്കുക. ശാരീരിക സൗഖ്യങ്ങൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നില്ലെന്ന് തിരിച്ചറിയണം. പൈതാഹങ്ങളെ ക്ഷമയോടെ സഹിക്കുക. ആ സമയവും അനുസ്യൂതം ഈശ്വര ചിന്തയിൽ മുഴുകുക. ഇതിനു പകരം ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിടുകയും ചെറിയൊരു പ്രതികൂലാവസ്ഥയുണ്ടായാൽ ദുഃഖിതനാകുകയും ചെറിയൊരു അപമാനത്തിന് പോലും കോപാകുലനാകുകയും വിശപ്പ്, ദാഹം, ഉറക്കമില്ലായ്മ എന്നിവയോർത്ത് പരിഭ്രമിക്കുക. ഇതൊന്നും സാധകന്റെ സ്വഭാവമല്ല. സഞ്ചിയിൽ കിടക്കുന്ന അരിയും വേവിച്ച അരിയും ഒന്നാണോ? അരി വെന്തതോടെ അതിന്റെ കടുപ്പം തീരെ ഇല്ലാതായി. വെന്തു കഴിഞ്ഞാൽ അരി മൃദുലവും നിരുപദ്രവകരവും മധുരവുമുള്ളതായി മാറും. വേവിക്കാത്ത അരി കടുപ്പമുള്ളതായിരിക്കും. ബാഹ്യമായ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ സാധാരണക്കാർ. ആന്തരിക മിഥ്യാലോകത്തിൽ നിബദ്ധരായവർ സാധകർ. ഈശ്വരനാകട്ടെ ഇതിൽ രണ്ടിലും മുഴുകുന്നില്ല. രണ്ടും അവിടെ ഒഴിവാക്കിയിരിക്കുന്നു. ഭൂവിദ്യാമായയിൽ മുഴുകാത്തയാൾ സാധകൻ. വിദ്യാമായയും കൂടി ഒഴിവാക്കുന്നതോടെ സാധകനെ ഈശ്വരൻ എന്ന് വിളിക്കാം. അത്തരമൊരാളുടെ ഹൃദയം ഈശ്വരന്റെ ഇരിപ്പിടമായിരിക്കും. ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ സർവവും ഈശ്വരനിൽ വ്യാപിച്ചിരിക്കുന്നതായി കാണാം. ഈശ്വരൻ എല്ലാവരുടെയും ഹൃദയവാസി എന്നത് സത്യം തന്നെ. എങ്കിലും അക്കാര്യം സ്വയം ബോധ്യമാകുവാൻ സാധന ആവശ്യം തന്നെ. നമുക്ക് നമ്മുടെ മുഖം കാണുവാൻ കഴിയില്ല. മുഖം കാണണമെങ്കിൽ കണ്ണാടി കൂടിയേ തീരൂ. അതുകൊണ്ട് ഒരു സാധനാമാർഗം ഗുണാതീതനാകുവാൻ അത്യാവശ്യം തന്നെയാണ്. ഈ ലോകത്തിൽ സഹനത്തെക്കാൾ വലിയ തപസ്സില്ല. സംതൃപ്തിയേക്കാൾ വലിയ സന്തോഷമില്ല. കരുണയേക്കാൾ വലിയ പുണ്യമില്ല. ക്ഷമയേക്കാൾ വലിയ ആയുധമില്ല. തന്റെ ശരീരം വയലായി ഭക്തൻ ഗണിക്കുക. സത്പ്രവൃത്തികൾ വിത്തുകൾ. അവിടെ ഈശ്വരനാമം കൃഷി ചെയ്യുക. ഹൃദയമാണ് കർഷകൻ. വിളവെടുപ്പിൽ കിട്ടേണ്ടത് ഈശ്വരനെ തന്നെ. കൃഷി ചെയ്യാതെ എങ്ങനെ വിളവെടുക്കുവാൻ കഴിയും? പാലിൽ വെണ്ണ എന്ന പോലെ, വിറകിൽ അഗ്നി എന്ന പോലെ ഈശ്വരൻ എല്ലാറ്റിലും ഉണ്ട്. ഇതിൽ ഉറച്ച വിശ്വാസം വേണം. എങ്ങനെയാണോ പാൽ അങ്ങനെയായിരിക്കും വെണ്ണ. ഏതുവിധമാണോ ഇന്ധനം അഗ്നിയും അതിനനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ എങ്ങനെയാണോ സാധന അതുപോലെയാകും സാക്ഷാത്കാരവും. നാമജപം മുഖേന മുക്തി പ്രത്യക്ഷമായി ലഭിച്ചില്ലെങ്കിൽ 4 ഫലങ്ങൾ ലഭിക്കുമെന്ന് അനുഭവസ്ഥർ പറയുന്നു. സത്സംഗം, സത്യം, സംതൃപ്തി, ഇന്ദ്രിയ നിയന്ത്രണം.
ഈ 4 വാതിലിൽ ഏതിൽ കൂടി കടന്നാലും ഗൃഹസ്ഥനായാലും വിരക്തനായാലും അല്ലെങ്കിൽ ആര് തന്നെയായാലും അവൻ ഈശ്വരനിങ്കൽ പരാജയം കൂടാതെ എത്തുമെന്ന് ഉറപ്പ്. ഇക്കാര്യത്തിൽ തെല്ലും സംശയം വേണ്ട. ലൗകിക സുഖ സമ്പാദനത്തിനായി മനുഷ്യൻ ആഗ്രഹിക്കുന്നു. ശരിയായി വിശകലനം ചെയ്താൽ രോഗം ഇതുതന്നെയാണെന്ന് ബോധ്യമാകും. ഈ രോഗത്തിനുള്ള മരുന്നാണ് നാം അനുഭവിക്കുന്ന ക്ലേശങ്ങൾ. ഈ ലൗകിക സുഖങ്ങൾക്ക് മധ്യേ ഒരുവന് വിരളമായ ഈശ്വര സാക്ഷാത്കാരത്തിന് ആഗ്രഹം ഉദിക്കൂ. ഇതിനു പുറമെ മനുഷ്യന്റെ ഓരോ പ്രവർത്തനങ്ങളും വിശകലനം ചെയ്യേണ്ടതും വിവേചിച്ചറിയേണ്ടതും അത്യാവശ്യം തന്നെ. ഇത്തരം ചിന്തകളിലൂടെയാണ് ത്യാഗസന്നദ്ധത ഉണ്ടാവുക. അങ്ങനെയല്ലെങ്കിൽ ത്യാഗബുദ്ധി ഉണ്ടാകുക വിഷമകരം. ലുബ്ധ നായിയുടെ സ്വഭാവമാണ്, അത് മാറ്റിയേ തീരൂ. കോപമാണ് സാധകന്റെ മുഖ്യ ശത്രു. അതിനെ കോളാമ്പി പോലെയേ കണക്കാക്കാവൂ. അടുത്തത് അസത്യം. ഇത് കൂടുതൽ വെറുക്കപ്പെടേണ്ടതാണ്. അസത്യത്തിലൂടെ എല്ലാവരുടെയും പ്രാണശക്തി നശിക്കുന്നു. അത് സ്വയമേവ ഏറ്റവും മലിനമാണ്. മോഷണം, ഇത് ജീവിതം നശിപ്പിക്കും. അമൂല്യമായ ജീവിതത്തെ എടുക്കാത്ത പഴയ നാണയത്തേക്കാൾ നിസ്സാരമാക്കും. ചീഞ്ഞു ദുർഗന്ധം വമിക്കുന്ന മത്സ്യത്തിന് തുല്യമാണത്. മിതമായ ആഹാരം, ഉറക്കം, പ്രേമം, സഹനശക്തി ഇവയെല്ലാം ശാരീരിക മാനസിക ശക്തിയെ നിലനിർത്തുന്നു. ഒരുവൻ ആരുമായിക്കൊള്ളട്ടെ, ഏതവസ്ഥയിലുമാകട്ടെ, അയാളുടെ മനസ്സിൽ തെല്ലുപോലും നിരുത്സാഹം ഇല്ലെങ്കിൽ, ഭയരഹിതമെങ്കിൽ, അചഞ്ചലമായ വിശ്വാസത്തോടെ നിഗൂഢോദ്ദേശമില്ലാതെ സദാ വിഭുവിനെ സ്മരിക്കുന്നുവെങ്കിൽ അവനിൽ നിന്നും സകലവിധ ദുഃഖങ്ങളും അകലെ. ഭഗവാൻ ഒരിക്കലും നിങ്ങളുടെ ജാതി തിരക്കുന്നില്ല. നിങ്ങൾ ഏത് ആചാര്യ പരമ്പരയിലാണെന്നും അന്വേഷിക്കുന്നില്ല. ഭക്തി എന്നാൽ കാഷായ വസ്ത്രധാരണമോ, ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതോ, യജ്ഞമോ, തലമുണ്ടനം ചെയ്യുന്നതോ, ജട പിടിപ്പിക്കുന്നതോ, കമണ്ഡലവും ദണ്ടുകൊണ്ടും നടക്കുന്നതോ അല്ല. ശുദ്ധ അന്ധകരണത്തോടെ ഇടതടവില്ലാതെ ഈശ്വരസ്മരണയുമായി എന്തു ചെയ്യുമ്പോഴും എല്ലാം ഈശ്വര സൃഷ്ടി എന്ന ചിന്തയോടെ ജീവിക്കുക. വിഷയങ്ങളുമായി നിസ്സംഗം പുലർത്തുക. എല്ലാവരെയും തുല്യമായി പ്രേമിക്കുക. സത്യഭാഷണത്തിൽ ഉറച്ചു നിൽക്കുക. ഇതെല്ലാമാണ് ഭക്തിയുടെ ലക്ഷണങ്ങൾ. നാനാവിധ ഭക്തികളിൽ നാമസ്മരണ ഭക്തിയാണ് ഏറ്റവും ഉത്തമം. കലിയുഗത്തിൽ ഒരുവനെ സംരക്ഷിക്കുന്നത് ഭഗവത് നാമമാണ്. ജയദേവൻ, ഗൗരാംഗൻ, ത്യാഗയ്യ, തുക്കാറാം, കബീർ, രാമദാസ് തുടങ്ങിയ മഹാഭക്തരെല്ലാം നാമജപത്തിലൂടെ ഭഗവാനെ സാക്ഷാത്കരിച്ചവരാണ്. എന്തിന് 1000 കാര്യങ്ങൾ പറയുന്നു? പ്രഹ്ലാദനും ധ്രുവനും ഭഗവത് ദർശനവും സ്പർശനവും സംഭാഷണവും നാമജപത്തിലൂടെ മാത്രം നേടിയതാണ്. ഇക്കാരണങ്ങളാൽ സാധകൻ ഭഗവത് നാമം ജീവശ്വാസത്തിന് തുല്യമായി ഗണിക്കണം. സത്പ്രവൃത്തികളിലും ചിന്തകളിലും പൂർണ്ണ വിശ്വാസം വേണം. സേവന മനോഭാവവും സമപ്രേമവും എല്ലാവരിലും ചൊരിയുക. മുക്തിക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊരു വഴിയില്ല. ഇതിനു പകരം ഒഴിഞ്ഞൊരു മൂലയിൽ മൂക്കും പൊത്തി പ്രാണായാമ പരിശീലനത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് അവന്റെ സഹജ ഗുണങ്ങൾ പോകുമോ? തന്നിലെ ദുർഗുണങ്ങളെ കീഴടക്കി എന്നറിയുവാൻ എങ്ങനെ കഴിയും? അംബരീഷന്റെ ഭക്തിയും ദുർവാസാവിന്റെ തപസ്സും. ഇതിൽ ദുർവാസാവിന് ഒടുവിൽ എന്തുപറ്റി? അംബരീഷന്റെ പാദത്തിൽ അണയേണ്ടി വന്നു. ഇത്തരം ത്രിശങ്കു അവസ്ഥ നിങ്ങൾ ഒഴിവാക്കുക. യഥാർത്ഥ സത്യം സാക്ഷാത്കരിക്കൂ. അറിയാതെ തന്നെ എല്ലാ വ്യക്തികളും തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അഗ്നി എത്ര തന്നെ ഉയർന്ന ആളി കത്തിയാലും അതിനിടയിൽ കുറച്ചെങ്കിലും പുക കാണും. അതുപോലെ ഏതു നന്മ ചെയ്താലും അതിനിടയിൽ കുറച്ചെങ്കിലും തിന്മ കാണും. തിന്മകൾ കഴിയുന്നത്ര കുറയ്ക്കുക. കഴിയുന്നത്ര നന്മ ചെയ്യൂ. തിന്മയുടെ എണ്ണവും കുറയ്ക്കൂ. ഇന്നത്തെ സാഹചര്യത്തിൽ ആദ്യ ചുവടുവയ്പിൽ വിജയിച്ചില്ലെന്ന് വരാം. നിങ്ങൾ സംസാരിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ അതിന്റെ പരിണിത ഫലത്തെക്കുറിച്ച് വളരെയധികം ചിന്തിക്കൂ. എന്നിട്ട് അതിൽ ഏർപ്പെടൂ. മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ ആദരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ, നിങ്ങൾ അതേ രീതിയിൽ മറ്റുള്ളവരെ ആദരിക്കുക, പെരുമാറുക, സ്നേഹിക്കുക. അപ്പോൾ മാത്രമേ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കൂ. നിങ്ങൾ വേണ്ട വിധം പെരുമാറാതെ മറ്റുള്ളവരിൽ നിന്ന് അത് ലഭിക്കുന്നില്ലെന്ന് പരാതി പറയുന്നത് തെറ്റാണ്. മാത്രമല്ല, മറ്റുള്ളവരോട് അത് ശരിയല്ല, ഇതാണ് നല്ലത് എന്നൊക്കെ ഉപദേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇക്കാര്യങ്ങൾ ജീവിതത്തിൽ പാലിച്ചിരിക്കണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഉപദേശിക്കേണ്ട കാര്യം കൂടി വരുന്നില്ല. കാരണം നിങ്ങളുടെ ജീവിത രീതിയിൽ നിന്നും തന്നെ മറ്റുള്ളവർ അത് പഠിക്കും. തത്ത പറയുന്നത് പോലെ വേദാന്തം പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയും സ്വജീവിതത്തിൽ അത് പകർത്തുവാൻ ശ്രമിക്കാത്തതും മറ്റുള്ളവരെ വഞ്ചിക്കുന്നതാണ്. അതിലുപരി സ്വയം നശിപ്പിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവർ എങ്ങനെയായി തീരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, നിങ്ങൾ ആദ്യം തന്നെ അങ്ങനെയാകുക. അതായത് സ്വയം മാറുക, എന്നിട്ട് മറ്റുള്ളവരെ മാറ്റുക. സ്വന്തം കുറ്റങ്ങൾ മറച്ചു വെക്കുകയും അന്യരുടെ കുറവുകൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നത് സാധകന്റെ സ്വഭാവമല്ല. നിങ്ങളിലെ തെറ്റ് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതിനെ ചൊല്ലി തർക്കിക്കേണ്ടതില്ല. അയാളോട് പകയും പുലർത്തേണ്ട. സ്വയം ആലോചിക്കുക. പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ തിരുത്തുക. അതിനു പകരം സ്വന്തം സംതൃപ്തിക്കനുസരിച്ച് അവയെ യുക്തിഭദ്രമാക്കുന്നതും തെറ്റ് ചൂണ്ടിക്കാണിച്ച ആളുടെ നേർക്ക് വെറുപ്പ് പുലർത്തുന്നതും സാധകനോ ഭക്തനോ ചേർന്നതല്ല.
സാധകൻ സദാ സന്തോഷത്തെയും സത്യത്തെയും തേടണം. ദുഃഖം, നിരാശ തുടങ്ങിയ മനോനില ഒഴിവാക്കുക. നിരാശ, സംശയം, ഗർവ് എന്നിവ സാധകന്റെ രാഹുകേതുക്കളാണെന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം സാധനയ്ക്ക് ദോഷമുണ്ടാക്കുന്നതാണ്. ഇതിനെല്ലാം ഉപരിയായി സാധകൻ സദാ സന്തുഷ്ടനായി പുഞ്ചിരിയോടെ ഉത്സാഹത്തോടെ ഇരിക്കണം. അതാണ് ഉത്തമ ഭക്തി. ജ്ഞാനത്തെക്കാൾ ശുദ്ധമായ ഈ മനോഭാവമാണ് കരണീയം. ഇത് നേടുന്ന ആളാണ് ലക്ഷ്യത്തിൽ ആദ്യം എത്തുവാൻ അർഹതയുള്ളവൻ. സദാ സന്തുഷ്ടനായിരിക്കുവാനുള്ള ഗുണം പൂർവ്വജന്മത്തിൽ ചെയ്ത പുണ്യകർമ്മങ്ങൾ കൊണ്ട് സിദ്ധിച്ചതുമാണ്. ആരാണോ എപ്പോഴും പരിഭ്രാന്തിയോടെ, നിരാശയോടെ, സംശയത്തോടെ കഴിയുന്നത്, എന്തൊക്കെ സാധനങ്ങൾ ചെയ്താലും അയാൾക്ക് ഒരിക്കലും ദിവ്യാനന്ദം ലഭിക്കുകയില്ല. അത്യുത്സാഹം വളർത്തിയെടുക്കുകയാണ് സാധകന്റെ ആദ്യ ചുമതല. അതിലൂടെ ഏത് ആനന്ദവും അയാൾക്ക് ലഭ്യമാകും. സ്തുതി കേൾക്കുമ്പോൾ അഹങ്കരിക്കാതിരിക്കുക. നിന്ദ കേൾക്കുമ്പോൾ തളരുകയും വേണ്ട. നിന്ദാസ്തുതികളെ ഒരുപോലെ അവഗണിക്കൂ. ആധ്യാത്മിക സിംഹമായി മാറൂ. അവനവനെ തന്നെ സ്വയം വിശകലനം ചെയ്യൂ. തെറ്റുകൾ സ്വയമേവ തിരുത്തുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈശ്വര സാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലും ഒരുവൻ ജാഗ്രതയായിരിക്കണം. എന്തൊക്കെ അസൗകര്യങ്ങൾ ഉണ്ടായാലും സാധനയിൽ മുടക്കം വരുത്തരുത്. ചിട്ട തെറ്റിക്കരുത്. മാറ്റങ്ങൾ വരുത്തരുത്. താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്മരണയ്ക്കായി തിരഞ്ഞെടുത്ത നാമം മാറ്റരുത്. ദിവസങ്ങൾ കഴിയുമ്പോൾ നാമം മാറ്റിക്കൊണ്ടിരുന്നാൽ ഏകാഗ്രത അസാധ്യമാകും. മനസ്സിന് ഒരേ ലക്ഷ്യം കിട്ടുകയുമില്ല. മനസ്സിന്റെ ഏകാഗ്രതയാണ് എല്ലാ സാധനകളുടെയും ലക്ഷ്യം. അതുകൊണ്ട് ഭഗവാന്റെ വിവിധ നാമരൂപങ്ങൾ സ്വീകരിക്കുകയും ത്യജിക്കുകയും ചെയ്യുന്ന ശീലം ഒഴിവാക്കുക. ജപത്തിനും ധ്യാനത്തിനും എപ്പോഴും ഒരു നാമം തന്നെ ഉപയോഗിക്കണം. ഭഗവാന്റെ എല്ലാ നാമരൂപങ്ങളും താൻ ജപിക്കുന്ന, ധ്യാനിക്കുന്ന അതേ വിഭുവിന്റെ നാമരൂപങ്ങൾ തന്നെയാണെന്ന് ഉറച്ച ബോധ്യം വേണം. ആ പേരിലും ആ രൂപത്തിലും വളരെ ചെറിയ തോതിൽ പോലുമുള്ള അതൃപ്തിയോ അനിഷ്ടമോ ഉണ്ടാകരുത്. ഈ ലോകത്തിലുണ്ടായ നഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, ക്ലേശങ്ങൾ എല്ലാം താൽക്കാലികവും മാറുന്നതുമാണെന്ന് അറിയുക. ജപധ്യാനാദികളെല്ലാം ഇത്തരം ക്ലേശങ്ങളെ മറികടക്കുവാനുള്ളതാണ്. ഈ രണ്ടു കാര്യങ്ങളും സാധകൻ രണ്ടായി തന്നെ കാണണം. അതും ഇതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല. നഷ്ടവും ദുഃഖങ്ങളും ക്ലേശങ്ങളും ബാഹ്യമാണ്, ഈ ലോകത്തിൻ്റെതാണ്. ജപധ്യാനാദികളാകട്ടെ ആന്തരിക ലോകത്തിൻ്റെതാണ്, ഭഗവാനുമായി ബന്ധപ്പെട്ട പ്രേമ സാമ്രാജ്യത്തിൻ്റെതാണ്. ഇതിനെയാണ് പതിവ്രത ഭക്തി എന്ന് വിളിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഭഗവാന്റെ നാമരൂപാദികൾ മാറി മാറി സ്വീകരിക്കുന്നതിന് വ്യഭിചാര ഭക്തി എന്നറിയപ്പെടുന്നു. അറിവില്ലായ്മ കൊണ്ട് ഒരാൾ നാമരൂപങ്ങൾ മാറ്റിയാൽ അതൊരു ദോഷമല്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നും ദോഷകരമാണെന്നും അറിഞ്ഞിട്ടും താൻ വിശ്വസ്തയോടെ സ്വീകരിച്ച് അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന നാമരൂപങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് തെറ്റു തന്നെ. സ്വീകരിച്ച ഭഗവാന്റെ നാമത്തിലും രൂപത്തിലും ഉറച്ചു നിൽക്കുന്നത് തന്നെ വലിയ വ്രതമാണ്, കഠിന തപസ്സാണ്. ഒരു ജീവജാലങ്ങൾക്കും വേദന ഉളവാക്കാതെ വേണം ഓരോരുത്തരും ജീവിതം നയിക്കേണ്ടത്. അതാണ് അവന്റെ ഏറ്റവും വലിയ കർത്തവ്യം. പ്രാർത്ഥന, ജപം, ധ്യാനം തുടങ്ങിയവയിൽ സമയം ചെലവഴിക്കുവാൻ മനുഷ്യജന്മം കിട്ടിയ ഓരോരുത്തരുടെയും പ്രഥമ കർത്തവ്യം മുകളിൽ പറഞ്ഞത് തന്നെ. മനുഷ്യൻ സത്യധർമ്മ ശാന്തിയിലൂടെ എല്ലാവർക്കും സേവനം ചെയ്തുകൊണ്ട് ജീവിതം സമർപ്പിക്കണം. ഓം ശ്രീ സായിരാം. എന്റെ വാക്കുകൾ, ഭഗവാന്റെ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ തന്നെ സമർപ്പിക്കുന്നു. സായിരാം. അനുഭവം പറഞ്ഞോളൂ. സായിരാം. ഞാൻ മലപ്പുറം എന്ന് പറഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. റിട്ടയർ ചെയ്തിട്ട് കുറച്ച് കാലമായി, കുറെ കൊല്ലങ്ങളായി റിട്ടയർ ചെയ്തിട്ട്. ഞാനും ഹസ്ബൻഡും ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സർവീസിലായിരുന്നു. അപ്പോൾ 1992കളിലാണ്, 92-93 കാലഘട്ടങ്ങളിലാണ് പിന്നെ ഞങ്ങൾക്ക് സ്വാമിയെ കുറിച്ചിട്ട് അറിയാനുള്ള ഒരു ഇത് വന്നത്, സന്ദർഭം വന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരിക്കൽ ഞാൻ പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സ്വാമി അതിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുട്ടികളുടെ കൂടെ അങ്ങനെ ഒന്ന് പോയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കൗതുകം കൊണ്ട് അത്ര തന്നെ, അല്ലാണ്ട് വേറൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ഈ സമയത്ത് 92-93 കാലഘട്ടങ്ങളിൽ ഇവിടെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന കുമാരൻകുട്ടി സാറ്, പത്മാകുട്ടി, അവരൊക്കെ അവരുടെ വീട്ടിൽ ഭജന നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെയൊക്കെ നിർബന്ധിച്ച് അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഭഗവാനെ കുറിച്ചിട്ടുള്ള ഭയങ്കര തെറ്റിദ്ധാരണകളായിരുന്നു അന്നുണ്ടായിരുന്നത് മുഴുവൻ. അങ്ങനെയാണ് കേട്ടിട്ടുണ്ടായിരുന്നത് മുഴുവൻ. അതുകൊണ്ട് അതിനൊന്നും പോകാനുള്ള ഒരു താല്പര്യമില്ല എന്ന് മാത്രമല്ല, ഭയങ്കരമായിട്ട് എന്തോ ഒരു മോശം പണി ചെയ്യുന്ന മാതിരി ഞാൻ പോകാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ ഹസ്ബൻഡ് മാത്രം പോയി, പിന്നെ എന്നെ നിർബന്ധിച്ചൊക്കെ കൊണ്ടുപോവുക ചെയ്തത്. അപ്പൊ എനിക്ക് ആരെങ്കിലും കണ്ട മോശമാണോ, ആരെങ്കിലും കണ്ട പുച്ഛിക്കോ, അല്ലാണ്ട് ഇതുവരെ
എന്തോ ഒരു മോശം പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന, ആരും ഒളിച്ചു വെക്കേണ്ട ഒരു പ്രവൃത്തി എന്നുള്ള രീതിയിലാണ് അതിനെ കണ്ടിരുന്നത്. പിന്നീട് ആ സമയത്ത് തന്നെ 92-93 പുട്ടപർത്തി പോയി. അപ്പോൾ തന്നെ പിന്നീട് എനിക്ക് സ്വാമീനെ തെറ്റിദ്ധാരണകൾ മാറാനും സ്വാമിയോട് ഭക്തി തോന്നാനും ഒക്കെ ഉള്ള പല അനുഭവങ്ങളും ഇവിടെ പേഴ്സണലായിട്ടുണ്ടായി. ഇപ്പൊ എല്ലാ കാര്യങ്ങളും കൂടി പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ പിന്നീട് ഭജനകളൊക്കെ വെക്കാൻ തുടങ്ങി. വീട്ടിലും ഭജന വെച്ചു, എല്ലാ വീടുകളിലും വെക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളും നമ്മുടെ വീട്ടിൽ ഭജന വെച്ചു. പിന്നെ അങ്ങനെ വലിയ സന്തോഷമായി. അങ്ങനെ 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 പോയി. അങ്ങനെ അതിനൊക്കെ ചില കാരണങ്ങളൊക്കെ ഉണ്ടായിപ്പോയി. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഒരു അവധൂതനെ പോലെ ഒരാള് വരാറുണ്ടായിരുന്നു. ഒരു ഉണ്ണിസ്വാമി എന്ന് പറഞ്ഞിട്ട് ഒരാള്, പലർക്കും അറിയുമായിരിക്കും, അറിയുന്നവരായിരിക്കും. അദ്ദേഹം സത്യസായി യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ സത്യസായി ഡിവോട്ടീസിന്റെ പല വീട്ടിലും വരാറുണ്ടായിരുന്നു. അതുപോലെ ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിലും വന്നു. അങ്ങനെ അപ്പൊ എൻ്റെ മക്കൾ സ്കൂളിലും കോളേജിലും രണ്ട് ആൺമക്കളാണ് എനിക്കുള്ളത്. അവർ രണ്ടുപേരും സ്കൂളും കോളേജിലായിട്ട് പഠിക്കുന്നവരായിരുന്നു. അപ്പൊ അദ്ദേഹം വന്ന് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവിടെ വന്ന് പറഞ്ഞു, നിങ്ങളോട് എനിക്ക് ഒരേ ഒരു കാര്യം ഇവിടെ പറയാം. പറ്റാത്ത ഒരേ ഒരു കാര്യം ഞാനിവിടെ കാണുന്നുള്ളൂ. അതായത് ഇവിടെ നോൺ കഴിക്കുന്നതിന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. നോൺ കഴിക്കുന്നത് ശരിയല്ല, അത് നിർത്തണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മക്കള്, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയായിരുന്നു. പക്ഷെ അത് പറഞ്ഞ ദിവസം തന്നെ എന്ന് പറഞ്ഞ പോലെ അവിടെ തന്നെ എൻ്റെ മക്കളതൊക്കെ നിർത്തി. പിന്നെ അവര് കഴിച്ചിട്ടില്ല. അപ്പൊ എനിക്കായിരുന്നു കുറച്ചും കൂടി ബുദ്ധിമുട്ട്, നിർത്തുന്നത് എങ്ങനെയെന്നുള്ള ഒരു തോന്നല്. അപ്പൊ ഞാൻ വിചാരിച്ചു, എൻ്റെ മക്കൾ ഇത്രയും കാലമല്ലേ കഴിച്ചുള്ളൂ, ഞാൻ ഇത്രയും കാലമൊക്കെ ആയില്ലേ, ഇനി ഞാൻ നിർത്തിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങളത് നിർത്തി. ഇന്ന് വരെ പിന്നെ അത് വീട്ടിൽ കയറ്റിയിട്ടില്ല. നോൺ സാധനം വീട്ടിൽ കയറ്റിയിട്ടില്ല. എൻ്റെ മക്കൾ രണ്ടുപേരും ഇപ്പോൾ അമേരിക്കയിലാണ്, US-ലാണ് രണ്ടുപേരും. സ്വാമിയുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ജീവിക്കുന്നുണ്ട്, സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. എപ്പോഴും വരാറുണ്ട്. ഇപ്പൊ വന്നു പോയിട്ടേ ഉള്ളൂ. അപ്പൊ മക്കളൊന്നും നോൺ എന്താണെന്ന് പോലും അറിയില്ല. അവർക്കൊന്നും വീട്ടില് കയറ്റിയിട്ടില്ല, അറിയില്ല. വേറെ കുട്ടികളൊന്നും അവർക്ക് അറിയില്ല ഇതിനെപ്പറ്റി. അങ്ങനെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ അവരിപ്പോ നല്ല പ്രവർത്തനങ്ങളോടെ സ്വാമിയുടെ കാഴ്ചവെക്കുന്നുണ്ട് മക്കള്. ഞാൻ യൂണിവേഴ്സിറ്റി സർവീസിലാണെന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് സ്വാമിയുടെ അനുഭവങ്ങൾ നേരിട്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമുക്ക് ഹൃദയപൂർവ്വം ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കാത്ത പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി തന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകം എടുത്തെടുത്ത് പറയാനുള്ളത് അല്ലെങ്കിലും കൂടിയിട്ട് എന്ത് വിഷമമുണ്ടെങ്കിലും സ്വാമിയോടാണ് പറയുക. എന്ത് മനസ്സിന് വിഷമമുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു പരിഹാരം അതിന് കാണിച്ചു തരാതിരിക്കില്ല. പക്ഷെ എനിക്ക് ശരിയായിട്ടുള്ള അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുള്ളത് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്കാണ്. എൻ്റെ ഔദ്യോഗിക നിർവഹണത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഭഗവാൻ തന്നെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതാണ് എനിക്ക് അതിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ ഞാൻ ഈ യൂണിവേഴ്സിറ്റി സെക്ഷൻ ഓഫീസറായിട്ട് ഇരിക്കുന്ന കാലത്ത് ബിടെക് സെക്ഷൻ പരീക്ഷാ ഭവനിലാണ് അധികം കാലം വർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ ഇപ്പം ഉണ്ടായിരുന്ന കാലത്ത് അന്നൊക്കെ യൂണിവേഴ്സിറ്റിക്ക് വളരെ ചീത്ത പേര് ഉണ്ടായിരുന്ന ഒരു സമയം. കാരണം പേപ്പർ പോവലും, ആൻസർ പേപ്പർ പോവലും, കാണാതെ പോവലും, വീണുപോലും, അങ്ങനെയുള്ള കിട്ടാതിരിക്കലും, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു ആയിരുന്നു അത്. അപ്പോ എനിക്കങ്ങനെയൊന്നും ഉണ്ടാവില്ല, എൻ്റെ ഇതിൽ സെക്ഷനിൽ നിന്നൊക്കെ എന്നുള്ള ധൈര്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഒരിക്കൽ ഉണ്ടായി അങ്ങനെ. ഒരിക്കൽ പല പ്രാവശ്യം പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും എൻ്റെ കൂടെ ഒരിക്കൽ ഇതുപോലെ ഞങ്ങള് അന്നത്തെ സ്ഥലപരിമിതി, ഭയങ്കര സ്ഥലം കുറവായിരുന്നു ഓഫീസുകളിൽ, സെക്ഷനുകളിലൊക്കെ. അപ്പോൾ എല്ലാ പേപ്പറുകളും മേശപ്പുറത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ പോവുക. ആൻസർ പേപ്പറുകളൊക്കെ വാല്യുവേഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി മേശപ്പുറത്ത് വെച്ചിട്ട് പോവും. പിറ്റേ ദിവസം രാവിലെ വന്ന് തപാൽ സെക്ഷൻകാർ അതൊക്കെ എടുത്തുകൊണ്ട് അതാ സെക്ഷൻ സെന്ററുകളിൽ കൊണ്ട് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ അതുപോലെ എല്ലാ എടുത്ത് മേശപ്പുറത്ത് വെച്ച് വൈകുന്നേരം ഭദ്രമാക്കി വെച്ച് ലിസ്റ്റൊക്കെ ആക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അങ്ങനെ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് പറഞ്ഞപ്പോൾ തപാൽ സെക്ഷൻകാർ പറഞ്ഞു, മേഡം ഈ പറഞ്ഞതിൽ ലിസ്റ്റിലുള്ള ഈ കെട്ട് അതിൽ കിട്ടിയിട്ടില്ല നമുക്ക് എന്ന് പറഞ്ഞു. ഒരു ചെറിയൊരു ബണ്ടിലാണ്, അത് കിട്ടിയിട്ടില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏറ്റവും മുകളില് ശ്രദ്ധപ്പെടാൻ മാത്രമായിട്ട് ഞാൻ വെച്ചിരുന്നതാണ്, കാരണം ചെറിയൊരു ബണ്ടിലായതുകൊണ്ട് കാണാതെ പോണ്ട വിചാരിച്ചിട്ട്. പക്ഷെ
അവര് പറഞ്ഞത് കിട്ടിയിട്ടില്ല, ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ പറഞ്ഞു ഉണ്ടാവാതിരിക്കാൻ ഒരു വഴിയില്ല, കാരണം അത്രയും ഞാൻ അവരെ ശ്രദ്ധിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ചെറുതായതുകൊണ്ട് വല്ലവിടെയും പെട്ടിട്ടുണ്ടോ, അല്ലെ എൻ്റെ കൂടെ വേറെ അതിൻ്റെ കൂടെ പെട്ടിട്ടുണ്ടാവും, ഏതെങ്കിലും ഇതിലുണ്ടാവാണ്ടിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു വിശ്വാസം, എവിടെയും ഇല്ലാണ്ടിരിക്കില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ അവരില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞു. എന്നിട്ട് അപ്പൊ അവരുടെ സെക്ഷനിൽ, തപാൽ സെക്ഷനിൽ ഇത് കൊണ്ടുപോകുന്നവിടെ എല്ലാവിടെയും പോയി തെരഞ്ഞു നോക്കി ഇങ്ങനെ ഒരു ബണ്ടിലുണ്ടോ എന്നുള്ളത് എവിടെ നിന്നും കിട്ടിയില്ല. അപ്പോ ഞങ്ങൾ വന്ന് വരാന്തയിലൊക്കെ സ്ഥലമില്ലാത്തത് കൊണ്ട് വേസ്റ്റ് കെട്ടൊക്കെ വരാന്തയിൽ ഇട്ടിരിക്കുകയാണ്, അതിൽ കൂടി വേണം നടന്നിട്ടൊക്കെ പോകുന്നത്. അലമാറ അതുപോലെ അലമാറകളൊക്കെ വരാന്തയില് ചുമരിനോട് ചേർത്തിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ വരാന്തയിൽ കിടക്കുന്ന ഇതെല്ലാം തപ്പി തെരഞ്ഞ് ഞങ്ങള് സെക്ഷനിൽ എല്ലാവരും കൂടിയൊക്കെ തപ്പി തെരഞ്ഞൊക്കെ കുറെ പോയി. ഒന്നും കുറെ പ്രാവശ്യം പല പ്രാവശ്യം തെരഞ്ഞിട്ടും കണ്ടില്ല. അപ്പൊ ഇനി വിചാരിച്ച് ആകെ 4-5 എഞ്ചിനീയറിംഗ് കോളേജസേ ഉള്ളൂ അവിടെ. ഇപ്പോഴത്തെ പോലെ മുക്കിലും മൂലയിലൊന്നും കോളേജസ് ഇല്ല, 4-5 പ്രധാനപ്പെട്ട കോളേജുകളേ ഉള്ളൂ. അപ്പൊ അത് ഓരോ ദിവസവും ഓരോ സെന്ററുകളിലേക്ക് ആളെ അയച്ചു, ഇങ്ങനെ ഒരു ബണ്ടിൽ അവിടെ കിട്ടിയിട്ടുണ്ടോ, തെറ്റിപ്പോയിട്ട് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഓരോ ദിവസം പോയി ആളെ അയച്ചപ്പോ അവര് പറഞ്ഞു ഓരോരുത്തരും ഇല്ല ഇല്ല എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടി. ഒന്നിപ്പോ അവസാനം ഞാൻ ഭഗവാനൊന്നും വിളിച്ചിട്ടേ ഇല്ല, കാരണം എനിക്ക് ഉറപ്പാണ് അത് കിട്ടുന്നുള്ളത്, കിട്ടാണ്ടിരിക്കില്ല എവിടെയും എന്നുള്ള ധൈര്യത്തിലാണ് ഞാനിരുന്നത്. അപ്പൊ പിന്നെ അവസാനത്തെ ഇതും കൂടി അയക്കാറുണ്ട്. അത് കഴിഞ്ഞ് അതും കൂടി അയച്ച് കഴിഞ്ഞ് വന്നിട്ട് അവരത് ഇല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ വയർ കൂടി ഒരാള് വന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും ഭഗവാനെ? അപ്പോഴാണ് ഞാൻ ഭഗവാനെ വിളിച്ച സത്യം പറഞ്ഞത്. ഇനിയിപ്പോ എന്ത് ചെയ്യും, ഞാൻ എവിടെ പോകും, എവിടെ അന്വേഷിക്കും? ഉച്ചയ്ക്ക് ഊണ കഴിക്കാൻ വന്നിട്ട് ഇവിടെ ഭഗവാനോട് ഹൃദയം പൊട്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചു, എന്താ പിന്നെ ചെയ്യാൻ, എനിക്കിനി മുന്നിലൊരു വഴിയില്ലല്ലോ, ഏത് വഴിയാണ് ഇനി തിരയേണ്ടത്, എവിടേക്കാ പോകേണ്ടത്, എന്തായിരിക്കും കിട്ടിയില്ലെങ്കിലുള്ള ഭവിഷ്യത്തുകള്, കുട്ടികൾക്ക് വേറെ പരീക്ഷ നടത്തണം, പല പല പ്രശ്നങ്ങളും വരും. അപ്പോ എനിക്ക് അതുവരെ ഞാൻ ഒരു കിട്ടുന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഭഗവാനെ വിളിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അപ്പോഴാണ് ഞാൻ ഇത്രയും ഹൃദയം പൊട്ടി ഭഗവാനോട് വിളിച്ച്. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം പോയി വീട്ടിൽ ഊണ് കഴിഞ്ഞ് പോയി അവിടെ പോയിരുന്നപ്പോ പെട്ടെന്ന് എനിക്ക് തോന്നി ഒന്നും കൂടി തെരഞ്ഞു നോക്കാം വരാന്തയിലൊക്കെ നമുക്ക് എന്ന് പറഞ്ഞിട്ട് എന്റെ സെക്ഷൻകാരെയൊക്കെ വിളിച്ചിട്ട് അവിടെയൊക്കെ ഇരുട്ടുമാതിരി ആയിരിക്കണത്, ഒരാളെ ഒരു ടോർച്ച് ഉണ്ടായിരുന്നവർക്ക് ഞങ്ങള് അവിടെ മുഴുവൻ തപ്പി തെരഞ്ഞ് എല്ലാവരും ഇതൊക്കെ നോക്കിയിട്ട് തെരഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഒരാള് എന്നോട് വിളിച്ചു പറഞ്ഞു, എസ് ഒ എന്നാണ് സെക്ഷൻ ഓഫീസറിന്റെ, ഈ അലമാരിയുടെ ഇടയിൽ എന്തോ ഒന്ന് കാണുന്നുണ്ട് ഒന്ന് നോക്കുന്നു പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ അലമാരിയുടെ ഇടയില് ഒരു സാധനം കാണുന്നുണ്ട്, ഞാനും കാണുന്നുണ്ട്. അപ്പൊ എല്ലാരും കൂടി അലമാരി ഒന്നിങ്ങനെ പൊക്കി ഇങ്ങനെ എടുത്തപ്പോ അതിന്റെ ഉള്ളിൽ തിരികെ വെച്ചിരിക്കണു അങ്ങനെ ഈ ബണ്ടില് അതിന്റെ ഉള്ളിൽ തിരികെ വെച്ചിരിക്കണു പറഞ്ഞാൽ അന്നൊക്കെ ഈ പല പ്രശ്നങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാക്കാൻ വേണ്ടി കൺട്രോളറുടെ പേരിലും എതിരെ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഇഷ്യൂസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമ്മളോടുള്ള ശത്രുത കൊണ്ടല്ല ചെയ്യുന്നത്, പക്ഷെ അങ്ങനെ അതിലിരിക്കുന്നു. അത് ഒരിക്കലും അത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല, കാരണം ഏതെങ്കിലും കാലത്ത് അലമാരയൊക്കെ ഒന്ന് മാറ്റം പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ കാണുള്ളൂ. അത് അങ്ങനെ എങ്ങനെയോ ഒരാൾ കണ്ടുപിടിച്ചു. അപ്പൊ ഉണ്ടായ സന്തോഷമൊന്നും പറയണ്ട, ഭഗവാനോട് നന്ദി പറയാനൊന്നും അപ്പൊ ഓർമ്മയൊന്നും ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ. പിന്നെ വേഗം കൺട്രോളറെയൊക്കെ പോയി അറിയിച്ച് പിന്നെ അത് വേഗം വാല്യൂഷൻ കൊടുത്തയച്ച് ആക്കി ഒക്കെ ചെയ്തു കഴിഞ്ഞു. അതിനുശേഷമാണ് പിന്നെ ഞാൻ ആലോചിക്കുന്നത്, ഇങ്ങനെ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ച കാര്യങ്ങളും ഇതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അതിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ അടുത്തുള്ള അവിടെ ഇതുപോലെ അങ്ങനെ പോയി അത് കിട്ടിയിട്ടേ ഇല്ല അവർക്ക്, എന്നിട്ട് വേറെ പരീക്ഷ നടത്തുകയൊക്കെ ചെയ്തത്. അപ്പൊ ഇതിപ്പോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രം, അത് മാത്രമല്ല പരീക്ഷാ ഭവനില് കുറെ ജോലി ചെയ്തത് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് പല സഹായങ്ങൾ ചെയ്യാനും പലരുടെയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അങ്ങനെയൊക്കെ ധാരാളം സന്ദർഭങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഭഗവാൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. അപ്പൊ അതുപോലെ തന്നെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് റിട്ടയർ ചെയ്യുന്നതിനുള്ളിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഭഗവാന്റെ. നിങ്ങൾക്ക് എല്ലാം പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഈ കാര്യം പറയാം. പിന്നെ പേഴ്സണലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കളൊക്കെ ഭഗവാന്റെ കരവലയത്തിനുള്ളിലാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് ഇവിടെ സമാധാനമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. അവര് എപ്പോഴും എല്ലാ കൊല്ലം വരും, ഞങ്ങൾ അങ്ങോട്ട് പോകാറുണ്ട് ഇടയ്ക്ക്. അങ്ങനെ ഇപ്പോൾ ആരോഗ്യ പ്രശ്നം കുറച്ചൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും പിന്നെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇതുപോലെ ഭഗവാൻ ഉണ്ടല്ലോ, ഒരു അത്താണി ഉണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസം മനസ്സിലുള്ളത് കൊണ്ട് സമാധാനമായിട്ട് ഇരിക്കാറാണ്. എന്ത് വന്നാലും ഭഗവാനോട് പറയും, ഭഗവാനെ ഞാൻ ഈ ഭഗവാന്റെ പാദങ്ങളല്ലാതെ എനിക്ക് വേറെ ആശ്രയമില്ല, ഭഗവാൻ മാത്രമേ എനിക്കുള്ളൂ പറയാൻ, വേറെ ആരുമില്ല
അതുകൊണ്ട് എൻ്റെ പ്രശ്നം പരിഹരിച്ചു തരണമെന്ന് ഭഗവാനോട് എന്തെങ്കിലും ഒരു പരിഹാരം കാണിക്കാതിരുന്നിട്ടില്ല അതുവരെ. അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ള ഒരനുഭവം പറഞ്ഞാൽ ഇതാണ് പറയാനുള്ളത്. സൈരാം. എല്ലാ വാക്കുകളെല്ലാം ഭഗവാന്റെ പാതാരെ നമ്മൾ സമർപ്പിക്കുന്നു. സൈരാം. ഗീത ഇത് ചെയ്തോളൂ, ഭഗവാന്റെ പ്രഭാഷണം. സൈറാം, ഭഗവാന്റെ പ്രഭാഷണം. സൗണ്ട് ഇല്ല, സൗണ്ട് വരുന്നില്ലേ അല്ലേ? വരുന്നുണ്ട്, പക്ഷെ സൗണ്ട് ഇല്ല. എന്റെ ഫോണിൽ വന്നിട്ടില്ല. കഴിഞ്ഞോ? സൗണ്ട് ഇല്ല. എന്റെ ഫോണില് വന്നിട്ടില്ല. അത് എന്താണ്? എഴുതി കാണിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടമ്മ, സൗണ്ടേ ഇല്ലാത്തുള്ളൂ. പക്ഷെ എന്റെ ഫോണിൽ വന്നിട്ടുമില്ല. തീരുമ്പോ ഭജന പാടാൻ പറയണേ. ആയിക്കോട്ടെ. അപ്പൊ അവിടെ ഭജന പാടിക്കൊള്ളൂ രുക്മിണി. ഞാൻ സ്വാമി പാടിക്കൊണ്ടിരുന്ന ഒരു ചെറിയ ഭജന തന്നെയാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്. സൈര. ഹേ ശിവശങ്കര നമാമി ശങ്കര ശിവശങ്കര ശംഭോ. ഹേ ശിവശങ്കര നമാമി ശങ്കര ശിവശങ്കര ശംഭോ. ഹേ ഗിരിജാപതി ഭവാനി ശങ്കര ഹേ ഗിരിജാപതി ഭവാനി ശങ്കര ശിവശങ്കര ശംഭോ. ശിവശങ്കര ശംഭോ. ശിവശങ്കര ശംഭോ. ശിവശങ്കര ശംഭോ. ഹേ ശിവശങ്കര നമാമി ശങ്കര ശിവശങ്കര ശംഭോ. ഹേ ശിവശങ്കര നമാമി ശങ്കര ശിവശങ്കര ശംഭോ. ഹേ ഗിരിജാപതി ഭവാനി ശങ്കര ഭവാനി ശങ്കര ഹേ ഗിരിജാപതി ഭവാനി ശങ്കര ശിവശങ്കര ശംഭോ. ശിവശങ്കര ശംഭോ. ശിവശങ്കര ശംഭോ. ശിവശങ്കര ശംഭോ. ഹേ ശിവശങ്കര നമാമി ശങ്കര ശിവശങ്കര ശംഭോ. സൈറാം. സൈറാം. നമുക്ക് 65th ബർത്ത്ഡേക്ക് ഭഗവാന്റെ പ്രഭാഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് 65th ബർത്ത്ഡേ ഒരുപാട് വെളിപാടുകളുടെ ഒരു ബർത്ത്ഡേ ആയിരുന്നു. ഒരുപാട് സംഭവങ്ങൾ ഭഗവാൻ അന്ന് ഭക്തർക്ക് വേണ്ടി ചെയ്യുകയുണ്ടായി. അതിലൊന്നാണ് ഭഗവാൻ 3 P's, അതായത് 3 Pകൾ: പ്യൂരിറ്റി, പിന്നെ പേഷ്യൻസ് ആൻഡ് പെർസിവറൻസ്, അതായത് നിർമ്മലത, നൈർമല്യം,
പിന്നെ സഹനം, ക്ഷമ, അതിൻ്റെ കൂടെ സ്ഥിരോത്സാഹം. ഭഗവാൻ പറഞ്ഞു ഈ 3 കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മാർഗദർശനം നൽകുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് ഭഗവാൻ പ്രഭാഷണത്തില് ഈ 3P എന്നുള്ള കാര്യം അന്ന് തൊട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഓരോ ജന്മദിനത്തിനും ഭഗവാൻ ഇങ്ങനെ ഓരോ കീ വേർഡ്സ് നമുക്ക് തരാറുണ്ട്. ഇപ്പൊ ദൈവപ്രീതി, പാപഭീതി, സംഘനീതി എന്നുള്ളത് തന്നത് 2009 ബർത്ത്ഡേക്കാണ്. ഇങ്ങനെ ഓരോ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഭഗവാൻ ഇങ്ങനെ ഓരോരോ സംഗതികൾ നമ്മളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് നൽകാറുണ്ട്. പിന്നെ ഉള്ളത് ഭഗവാൻ നമ്മളെല്ലാവരും പരസ്പരം സായിരാം എന്ന് പറയുന്നു ഇല്ലേ? എല്ലാവരും നമുക്ക് പുട്ടപർത്തി പോയാൽ നമ്മളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടും. നമ്മൾ വത്സലയല്ല, ലീലയല്ല, ഗീതയല്ല, ആദ്യമല്ല, എല്ലാം സായിരാം. സായിരാം എന്നുള്ള ഒറ്റ വാക്കിലാണ് എല്ലാവരും പരസ്പരം അഭിസംബോധന ചെയ്യുക. അപ്പൊ സ്വാമി ചോദിച്ചു, നിങ്ങൾ സായിരാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും സായിരാം ആണോ? കാണുന്നുണ്ടോ? വിളിക്കുന്ന ആളിൽ നിങ്ങൾ സായിരാമനെ കാണുന്നുണ്ടോ എന്ന് ഭഗവാൻ ചോദിച്ചു. അപ്പൊ ഞാനത് ഇങ്ങനെ ഒരു ദിവസം രാത്രിയിൽ വിചാരിച്ചു, ശരിക്കും നമ്മൾ ഭഗവാനെ കാണുന്നുണ്ടോ? കാഷ്വലായിട്ട് സായിരാം ഒരു ഹാബിറ്റ് പോലെ പറയുകയല്ലേ എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയിട്ട് ഞാൻ ഉറങ്ങുമ്പോൾ എനിക്കൊരു സ്വപ്നം ഭഗവാൻ തന്നു. എന്താണ് സ്വപ്നം എന്ന് വെച്ചാൽ, എനിക്കൊരു സ്വഭാവമുണ്ട്, എനിക്ക് ആരും മുഖം മൂടി കിടന്ന് ഉറങ്ങണ ഇഷ്ടമല്ല. അതായത് പുതപ്പൊക്കെ വലിച്ച് തല മുഴുവൻ മൂടിക്കൊണ്ട് ആരെങ്കിലും കിടന്ന ഉടൻ തന്നെ ഞാൻ ചെന്നിട്ട് ആ മുഖത്ത് ചിലപ്പോൾ കർച്ചീഫ് വെച്ച് മറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ പുതപ്പ് കൊണ്ട് അതെനിക്ക് ഇഷ്ടമേ അല്ല. അത് ശ്വാസം മുട്ടൂലേന്ന് പേടിച്ചിട്ട് ഞാൻ ആ മുഖത്തുനിന്ന് ആ തുണി മാറ്റിയിടും. എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. വീട്ടിൽ മക്കള്, ഹസ്ബൻഡ്, സിസ്റ്റർ, അമ്മ, അച്ഛൻ ആരുടെയെങ്കിലും മുഖത്ത് അറിയാതെ തുണി വീണ് കിടന്ന് ഞാനത് മാറ്റും. അപ്പൊ എന്റെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ, അന്ന് ഭയങ്കര തിരക്കാണ്, എല്ലാ സ്ഥലത്തും കിട്ടുന്ന സ്ഥലത്തൊക്കെ ആൾക്കാർ, എല്ലാ വരാന്തകളും എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് ക്യാമ്പുകളൊക്കെ ഉണ്ടെങ്കിലും പുരുഷന്മാർക്ക് എല്ലാവർക്കും ആശ്രമത്തിന് പുറത്ത് ഭഗവാന്റെ കുട്ടികളുടെ ഹോസ്റ്റലിന്റെ അവിടെ എവിടെയൊക്കെ ആയിരുന്നു ടെന്റുകളൊക്കെ. സ്ത്രീകൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ഭക്തനിവാസമുള്ള അവിടെ കുന്നിന്റെ താഴെ മിലിറ്ററി ടെന്റ്സ് ആയിരുന്നു. അപ്പൊ ഞാൻ സ്വപ്നം കാണുന്നതെന്ന് വെച്ചാല് ആൾക്കാരെല്ലായിടത്തും കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോ നമ്മുടെ സ്തൂപം ഉണ്ടല്ലോ, സർവധർമ്മ സ്തൂപത്തിന്റെ താഴെയൊക്കെ നിറയെ ആൾക്കാർ കിടക്കുകയാണ്. അപ്പൊ ഞാൻ അതിലെ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരുപാട് ആൾക്കാർ കിടന്നുറങ്ങുകയാണ്. ഒരാളുടെ മുഖത്തിങ്ങനെ മൂടിയിട്ടിരിക്കണുണ്ടു. അപ്പൊ ഞാൻ വേഗം അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തുനിന്ന് ആ തുണിയെടുത്ത് മാറ്റുകയാണ്. മാറ്റുമ്പോൾ ഞാൻ കാണുന്ന എന്താ അറിയോ, സ്വാമിയാണ് അവിടെ കിടന്നിരുന്നത്. സ്വാമിയുടെ മുഖം, സത്യസായി ബാബയാണ് ആ ആള് മുഖം മൂടിയോടെ കിടന്നിരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ കിടക്കുന്ന ആൾക്കാരെല്ലാം ഭഗവാൻ തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലും സായിരാം നമ്മൾ പറയുമ്പം ആ സായിരാമിനെ തന്നെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം പറയാൻ. കാഷ്വലായിട്ടല്ല പറയേണ്ടതെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു അത് ഭഗവാൻ. നമ്മുടെ എല്ലാ ഡിവോട്ടീസിനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. കാഷ്വലായിട്ട് പറയേണ്ട പേരല്ല അത് എന്ന്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, സ്വാമിയുടെ ഒരു പ്രവൃത്തിയോ ഒരു വാക്കോ സ്വാമി പറയും, കാഷ്വലായിട്ട് പറയുന്നതായിട്ട് നമുക്ക് തോന്നും, ദർശനത്തിന് ഇരിക്കുമ്പോഴാണെങ്കിലും എവിടെ വെച്ചിട്ടാണെങ്കിലും. പക്ഷെ വാസ്തവത്തില് ആ ചുറ്റുവട്ടത്ത് അത് കേട്ടവരെല്ലാവരും, ചിലപ്പോൾ അടുത്തിരിക്കുന്നവർ കേട്ടില്ല എന്നും വരും, അങ്ങനെ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോ ചുറ്റിരിക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി, അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഭഗവാൻ നൽകുന്നത്. നല്ലൊരു 65th ബർത്ത്ഡേ എന്റെ അനുഭവം എന്തെന്ന് വെച്ചാല്, അപ്പൊ ഞങ്ങൾക്ക് അന്ന് ഞാൻ പറഞ്ഞില്ലേ, വിളമ്പാനായിരുന്നു ഞങ്ങളുടെ പ്രധാന ഡ്യൂട്ടി. 11 മണിക്കും വൈകുന്നേരത്തെ സന്ധ്യയ്ക്ക് ശേഷവും. അപ്പൊ ബാക്കിയുള്ള സമയത്തൊക്കെ സ്വാമിയുടെ ദർശനത്തിനൊക്കെ വരാനൊന്നും ഒരു വിലക്കും ഇല്ല. ഇന്നത്തെ മാതിരിയുള്ള വിലക്കുകളൊന്നും അന്നില്ല, എല്ലാം ഫ്രീ. അപ്പം ഭഗവാൻ വരുന്നത് ഗസ്റ്റ് ഹൗസ് വഴി, ഹോസ്പിറ്റൽ വഴി, കുട്ടികളുടെ സ്കൂളിന്റെ പുറകിൽ കൂടെ, ആ വഴി കൂടെ സ്ത്രീകളുടെ സൈഡിലാണ്, സ്ത്രീകളിരിക്കുന്ന സൈഡിൽ കൂടെയാണ് ഭഗവാൻ വരിക. അപ്പൊ റോഡിൽ കൂടെ വരുന്നതിനൊരു സ്ഥലമുണ്ട്. അപ്പം അവിടെ എല്ലാം സ്ത്രീകൾ ഇരിക്കുന്ന അവിടെ എല്ലാം ബാരിക്കേഡ്സ് കെട്ടി മുള വെച്ചിട്ടെല്ലാം പല പല സെക്ഷൻസ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഭഗവാൻ നമ്മുടെ റോഡിൽ നിന്ന് കയറി വരുന്ന സ്ഥലത്ത് ബാരിക്കേഡ് വെക്കാൻ പറ്റില്ലല്ലോ, ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് വരും പോവുകയും ചെയ്യണമല്ലോ. അപ്പൊ അവിടെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞങ്ങൾ സ്ത്രീകളുടെ സൈഡിൽ ഞങ്ങള് സേവാദളിനെ വിട്ടു. ഞാനും സേവാദളായിരുന്നു. ഒരുപാട് സേവാദൾ, പല സ്റ്റേറ്റിലെ ഞങ്ങൾ മിക്സഡായിരുന്നു. മിക്സ്ഡ് ആയിട്ട് ചെറുപ്പക്കാരായ കുട്ടികളെ ഞങ്ങളെയൊക്കെ വിളിച്ചിട്ടാണ്, 10, 35, 40 വയസ്സുള്ള നമ്മളാണ് സേവാദൾ. കാരണം എന്ന് വെച്ചാൽ അന്ന് ബാരിക്കേഡ്സ് വെച്ചിട്ടുണ്ട്, പക്ഷേ
നമുക്ക് ചെയിൻസ് ഒന്നും ഇല്ല. ആൾക്കാരെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ കൈകളേ ഉള്ളൂ. കൈകൾ വെച്ചിട്ട് ഇങ്ങനെ ചങ്ങല പോലെ പിടിച്ചിട്ട് ആ കൈ കൊണ്ടാണ് നമ്മൾ തടഞ്ഞു നിർത്തുക. അപ്പൊ ഭഗവാന്റെ രഥം അന്ന് അതിമനോഹരമായ ഒരു രഥമായിരുന്നു 65th ബർത്ത്ഡേയുടെ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ ഈ ഈ രഥമാണ് സ്വാമി അന്ന് വന്നത്, കാണാമോ? അതായത് നിറയെ മുത്തുകള്. സ്വാമിയുടെ രഥത്തില് സ്വാമി വൈറ്റ് ഡ്രസ്സായിരുന്നു, മുഴുവൻ വെള്ള മുത്തുകൾ തൂക്കിയ ഒരു മുത്തണിഞ്ഞ ഒരു രഥമായിരുന്നു സ്വാമി 65th ബർത്ത്ഡേക്ക് വന്നു. അതിമനോഹരമായ, സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ, എലിഗന്റ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത്ര സൗന്ദര്യമായിരുന്നു. ഭഗവാനാണെങ്കിൽ അതിലും സുന്ദരനായിരുന്നു. അപ്പൊ ഭഗവാൻ ഇങ്ങനെ ദൂരേന്ന് വരുമ്പോ രഥം കാണാം. അപ്പത്തേക്കും ഞങ്ങളുടെ പുറകിലുള്ള സ്ത്രീകളെല്ലാവരും കൂടെ വന്നിട്ട് ഞങ്ങളെ പിച്ചി മാന്തി എന്തൊക്കെയാണ് ചെയ്യണമെന്നല്ല. അപ്പൊ നമുക്ക് സഹിക്കാൻ വയ്യ. അപ്പൊ ഞാൻ പറഞ്ഞു, ഭഗവാനെ എന്റെ കൈതാ ഇപ്പൊ ഒടിയും, ഒന്ന് രക്ഷിക്കണേ സ്വാമീന്ന് പറഞ്ഞു. അതേ സമയത്ത് എനിക്ക് മനസ്സിലായി, നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന എല്ലാവരും ഭഗവാൻ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പൊട്ടുപോലെ കാണാൻ പറ്റുള്ളൂ ശാന്തി വേദിയിൽ ഇരുന്നാ. പിന്നെ അവരൊക്കെ ആകാംക്ഷയോടെ ഭഗവാനോട് പ്രാർത്ഥിക്കണം, ഭഗവാനെ ഞങ്ങൾക്ക് ഒരു ദർശനം തരൂ, ദർശനം തരൂ. ഞാനാണെങ്കിൽ എന്റെ കൈ ഒടിയുമേ സ്വാമി, എന്റെ കൈ ഒടിയുമേ സ്വാമി, എന്നെ ഒന്ന് രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കണം ഞാൻ. സ്വാമിയുടെ രഥം വന്നു. ആ വലിയ കമാനം, കയറുന്നിടത്തുള്ള വലിയ കമാനത്തിന്റെ അവിടെ ഒന്ന് നിർത്തി. സ്വാമി ഞങ്ങളുടെ സൈഡിൽ, അപ്പുറത്തെ സൈഡിൽ ഒന്നും ഇല്ല, അപ്പുറത്തെ സൈഡിൽ ആൾക്കാരിരിക്കുന്ന സ്ഥലമല്ല, വഴിയാണല്ലോ. ഇപ്പുറത്തെ സൈഡിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. അപ്പൊ വേഗം സ്വാമി വന്നിട്ട് എന്റെ നേരെ മുമ്പിൽ കൊണ്ടുവന്ന് ആ രഥം നിർത്തി എന്നെ നോക്കി കൈ പൊക്കി. അതോടുകൂടി ആൾക്കാർ എങ്ങോട്ട് പോയി എന്നറിയില്ല, എല്ലാവരും പുറകോട്ട് പോയിട്ട് നമ്മൾ കൈയൊക്കെ ഫ്രീ ആയി. അതിസുന്ദരമായ ദർശനം. നേരെ അടുത്ത് കൊണ്ടുവന്ന് സ്വാമി ഞങ്ങളുടെ അടുത്ത് കൊണ്ട് രഥം നിർത്തി. അപ്പോഴ് ആ പുറയിലുള്ള എല്ലാവർക്കും എത്ര അടുത്താണ് സ്വാമിയുടെ ദർശനം കിട്ടിയത്. സ്വാമി രഥത്തിന്റെ മുകളിലല്ലേ. അപ്പൊ എനിക്ക് മനസ്സിലായി, സ്വാമി എല്ലാവരുടെ പ്രാർത്ഥനകളും കേട്ടത് കൊണ്ടാണ് അവിടെ കൊണ്ടുവന്നിട്ട് ആ രഥം നിർത്തിയത്. ആ രഥം നിർത്തി എല്ലാവർക്കും ദർശനം നന്ദി മനോഹരമായിട്ട് മന്ദഹസിച്ചുകൊണ്ട് എല്ലാവർക്കും അഭയഹസ്തം നൽകി 2 കൈകളും പോക്കി അനുഗ്രഹിച്ച് ഞങ്ങൾ സേവാദലിനെയൊക്കെ നന്നായിട്ട് നോക്കി കാരുണ്യപൂർവ്വം. സ്വാമിക്ക് സേവാദലിലും ബാലവികാസും ഭയങ്കര സ്നേഹമുള്ള 2 ഗ്രൂപ്പ്, എല്ലാവരും സ്നേഹം തന്നെ. പക്ഷെ സ്വാമിക്ക് സേവാദലിലും ബാലവികാസും വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ച 2 കാര്യങ്ങളാണ്. അത് സേവാദാസിനൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും, എനിക്ക് തീർച്ചയാണ്. സേവാദാസിനെ പറ്റി നാളെ പറയാം. ഇതാണ് അന്ന് എനിക്കുണ്ടായ ഭയങ്കരമായ ഒരു അനുഭവം. സ്വാമിയുടെ രഥം തൊട്ടടുത്ത് കൊണ്ടുവന്ന് സ്വാമിയെ തൊടാം, അത്ര അടുത്താണ് സ്വാമി നിന്നിരുന്നത്. പുറകിലുള്ള എല്ലാ സ്ത്രീകൾക്കും നന്നായി ദർശനം കൊടുത്തു സ്വാമി. എന്നിട്ട് അനുഗ്രഹിച്ച് സുസ്മേരവദനായി വളരെ സുന്ദരനായിക്കൊണ്ട് സ്വാമി മുന്നോട്ട് പോയി. ഇതായിരുന്നു അന്നത്തെ ഒരു ദർശനത്തിന്റെ മനോഹരമായ അനുഭവം. ജയ സായിരാം. അത് 23-ാം തീയതി രാവിലെയാണ്, സ്വാമിയുടെ ബർത്ത്ഡേയുടെ അന്ന് രാവിലെയായിരുന്നു ഈ ദർശനം എനിക്ക് ലഭിച്ചത്. സായി ഉപമ. ഇന്നത്തെ സായി ഉപമ എന്താണെന്ന് വെച്ചാല്, നിങ്ങളുടെ സാധന നിങ്ങൾ പരീക്ഷയിൽ ഉത്തരങ്ങൾ എഴുതുന്നത് പോലെയാണ്. നിങ്ങൾക്ക് തീരെ മാർക്ക് കുറവാണെങ്കിൽ, ജയിക്കാനുള്ള മാർക്കിന്റെ അടുത്തൊന്നും മാർക്കില്ലെങ്കിൽ, കുറച്ചു മാർക്ക് കൂടി കൊടുത്തിട്ട് എന്താണ് പ്രയോജനം എന്ന് പരീക്ഷകൻ വിചാരിക്കും. അപ്പോൾ നിങ്ങൾ തോൽക്കും. മനസ്സിലായില്ലേ? അതേ സമയത്ത് നിങ്ങള് ജയിക്കാനുള്ള മാർക്കിന് 3, 4, 5 മാർക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ പരീക്ഷകൻ നിങ്ങളുടെ പെരുമാറ്റത്തെ പറ്റിയും സ്വഭാവത്തെ പറ്റിയും ഓവറോൾ നിങ്ങൾ സ്കൂളിൽ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് എന്നതിനെ പറ്റി ഓർമ്മിച്ചിട്ട് ശരി എന്ന 5 മാർക്കും കൂടെ കൊടുത്ത് ജയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സഹാനുഭൂതിയോടുകൂടി ആ ഗ്രേസ് മാർക്ക്, ഗ്രേസ് എന്നുള്ള വാക്കാണ് ഭഗവാൻ ഉപയോഗിക്കുന്നത്, ഗ്രേസ് മാർക്ക് തന്ന് നിങ്ങളെ ജയിപ്പിച്ചു വിടും. അതുപോലെ തന്നെയാണ് നിങ്ങൾ സാധന ചെയ്യുമ്പോൾ. നിങ്ങൾ നന്നായിട്ട് സാധന ചെയ്യുകയാണെങ്കിൽ, ആത്മാർത്ഥതയോടെ സാധന ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീക്ഷിക്കുന്ന ഭഗവാൻ വിചാരിക്കും, ശരി എൻ്റെ അടുത്തെത്താറായി, നീ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളെ ജയിപ്പിച്ചു വിടും. സാധനയിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുവാനായിട്ട് ഭഗവാന്റെ ഗ്രേസ് മാർക്ക്, ഭഗവാന്റെ അനുഗ്രഹ മാർക്ക്
നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അതുകൊണ്ട് സാധന ചെയ്യുമ്പോൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടിയും വളരെ പിന്നെ റെഗുലർ ആൻഡ് പങ്ക്ച്വാലിറ്റിയും റെഗുലാരിറ്റിയും ഉണ്ടാവണം. കൃത്യത വേണം, അതേ സമയത്ത് കൃത്യസമയത്തും ചെയ്യണം. അങ്ങനെ സാധന ചെയ്ത് മുന്നേറുവാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കുന്നുവെന്ന് ഭഗവാന്റെ ഇന്നത്തെ ഉപമ. സായിരാം. ലക്ഷ്മണൻ മാഷൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് തന്നെ പറയാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സായിരാം. സായിരാം. ആയിരം